ഷെഫീക്ക് ഇനി ഗൾഫിൽ പോകുന്നുണ്ടോ? അവൻ നാട്ടിൽ എന്തെങ്കിലും പരിപാടി നോക്കുന്നുണ്ടോ? പെണ്ണരിയാമെന്നാണ് ലീവ്. ഇപ്പൊ ഇമ്മാക്കൊരു തോന്നായിട്ട് ഞാൻ അളിയാക്ക ലവ് മാരേജ് ആണോ? ആണ്. പെരക്കാര് തല്ലി കൊന്നിട്ടോളെ എഞ്ഞു പോയി കെട്ടി കൊറേ മുതലും പൈസ ഒന്നുമില്ലെങ്കിൽ പഠിച്ചോ കണ്ടാണ് കൊറേ പല്ലം നിക്കണം. എന്താ അതിന്റെ അവിടെ വെച്ചിട്ട് നിന്നാതിയേരി ഒരു അമ്മായിമ ഉണ്ട്. ചില്ലണ തൊഴിൽ കിടന്നല്ല ഇതാണ് കേട്ടോ. രണ്ടാള് കെട്ടിച്ചോടത്ത് ആരൊക്കെ ഉണ്ട്? ഷംനക്ക് ഒരു കുട്ടി തന്നെ മതി. ആങ്ങളിന്റെ കല്യാണം നടക്കില്ല വെച്ചിട്ട് കൊറേ മെസ്സേജ് ഉണ്ട്. നമ്മള് ലാസ്റ്റിക്ക് അല്ലേ വെച്ചിട്ടാണ് ഓന് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. അന്യടുത്ത് ഒഴിവാക്കുന്ന ഞാൻ ഒറ്റക്ക് തുടങ്ങുന്ന എല്ലാരും ഒപ്പം നിൽക്കോ ഇവലെ കൊറേ കഥച്ചറിയാം. ഞാൻ എന്നോട് എന്നാണ് ഇവല് പിണങ്ങണത് അന്ന് ഞാൻ ഇവലെ എല്ലാരും തറവാട്ടുകാരി എല്ലാരും ഞാൻ കത്തിക്കും. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മള് ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞില്ലേ? എല്ലാരും ചോദിച്ചു നിങ്ങളെ ക്യൂ ഇട്ടേന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ട് നമുക്കിപ്പോ നിങ്ങൾക്ക് അറിയാലോ, വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഇപ്പാന്റെ കുറെ ഓരോരോ സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനെ എത്തുകൂടിയിട്ടൊരു നല്ല ചിരിച്ചിട്ടൊരു വീഡിയോ ഇടാൻ പറ്റൂലേ, അതിനൊരു ഇതല്ലേന്. അപ്പൊ പിന്നടാന്ന് വിചാരിച്ചു. പിന്നത്തെ വീഡിയോയിൽ എല്ലാരും ചോദിച്ചു നിങ്ങളെ ക്യൂ എവിടെ. അപ്പൊ ഇന്ന് ഞായറാഴ്ച ഇങ്ങനെ ഒരു ഒഴിവ് കിട്ടിയപ്പോ എല്ലാരും പാടെ അങ്ങനെ കൂടിയതാണ്. അപ്പൊ ആ ഒരു പോസ്റ്റ് ഏകദേശം 100-200 ക്വസ്റ്റ്യൻ ഉണ്ടായില്ലേ, നമ്മള് വെട്ടി ചുരുക്കി കുറെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചതാണ് അല്ലേ. അപ്പൊ എന്താ പറയാ എന്താ ചോദിക്കുന്ന അറിയാലേ, നിങ്ങളെ പറ്റി പലതും ഇനിയും അറിയാണ്ടോല്ലോ ആൾക്കാർക്ക്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചോദിക്കാനൊന്നുമില്ല, വീഡിയോ സ്ഥിരമായി കാണാം. അത് കമന്റ് ഒന്നുമില്ല. അപ്പൊ വീഡിയോ സ്ഥിരമായി കാണുന്നത് കൊണ്ട് എല്ലാരും കൂടുന്ന വീഡിയോ അടിപൊളിയാണ്. താങ്ക് യു. അർത്ഥം എങ്ങനെ അല്ല എല്ലാരും ഉൾക്കൊള്ളിച്ചാണ് ശ്രമിക്കലുണ്ട് ഉൾക്കൊള്ളിച്ചാണ്. എവിടെ ഞമ്മക്കല്ല അതിന്റെ റിസ്ക് അറിയുള്ളൂ. ഇറങ്ങിയോ എടുക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു വീഡിയോ എടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ ഇങ്ങോട്ട് കൊറേ നിക്കാൻ വന്നിട്ട് വന്നു പോകും, വീഡിയോക്ക് വന്നു പോയി നിക്കലില്ല. അപ്പൊ എങ്ങനെ വെച്ചാല് കെട്ടിച്ചോടത്തുനിന്ന് രാവിലെ വിളി വരും, ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ചെറിയ റീലിടും, ഇതൊന്നും ഇടണം, അല്ലെങ്കിൽ ലോങ് ഇല്ല നമുക്ക് ലോങ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെട്ടിച്ച് വരുന്ന പണിയും കാര്യമൊക്കെ ഏകദേശം കഴിച്ചു ഒരു 1:30 ചോറും തിന്ന് ഇറങ്ങും അല്ലേ. ആ 1:30 ചോറും നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഷെഫീഖ് എല്ലാരും പാടെ കൂടിയിട്ട് പറഞ്ഞൊരു വ്ളോഗ് അല്ലെങ്കിൽ റീൽ എടുത്തിട്ട് അപ്പൊ തന്നെ വായും. അങ്ങനെയൊക്കെയാണ് വ്ളോഗും കാര്യമൊക്കെ പോയോണ്ടിരിക്കുന്നത്. അവിടെ ചെറുതുണ്ട് പിത്തിന ഉണ്ടാക്കണ്ടേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളെ രണ്ടാളെയും കെട്ടിച്ചോടത്ത് ആരൊക്കെ ഉണ്ട്? ഷംനക്ക് ഒരു കുട്ടി തന്നെ മതിയോ? നിങ്ങളെ നല്ല ഇഷ്ടാണ് കേട്ടോ, കാണാൻ ചിലതൊക്കെ വീണ്ടും വീണ്ടും കണ്ട് ചിരിക്കും. ഞാനും എന്റെ മോളിനിയും ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ. ഞാൻ മൈക്ക് എട്ടൊരു കുട്ടി വെച്ചിരിക്കണം, അല്ലെങ്കിൽ Q&A ഫുള്ള് സൗണ്ട് ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ആരും മൈക്കിന്റെ പേര് പറഞ്ഞില്ല. അതുകൊണ്ട് കെട്ടിച്ചോടത്ത് 2 പെങ്ങന്മാരുണ്ട്, നാത്തൂമാരുണ്ട്, ഇമ്മയുണ്ട്, വാപ്പുണ്ട്. പുതിയതായി വീഡിയോ കാണുപോലെ ഓരോ ക്വസ്റ്റ്യൻ ആയിക്കാരോ. ചെറിയാപ്പൂന്റെ ഇതിലാണല്ലേ ഞാനമ്മ 2 പെങ്ങന്മാര് പോലെ കെട്ടിച്ചു, പിന്നെ ഒരു കുട്ടി. പിന്നെ നിങ്ങള് രണ്ടാള് കെട്ടിച്ചോടത്ത് ആരൊക്കെ ഉണ്ട്? ഷംനക്ക് ഒരു കുട്ടി തന്നെ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങള് ഷോർട്ട് വീഡിയോ ഒക്കെ കാണാൻ നല്ല രസമാണ്. ചിലതൊക്കെ ഷോർട്ടിന്റെ പിന്നാമ്പുറാണ് നിങ്ങൾ കാണേണ്ടത് അല്ലേ. സ്റ്റോറി ഇടണം അല്ലേ. പക്ഷെ യൂട്യൂബിൽ സ്റ്റോറി ഇടാൻ ഓപ്ഷൻ ഇല്ലല്ലോ. യൂട്യൂബിൽ അതല്ലത് ചോദിച്ചത്. ഓപ്ഷൻ ഇടലുണ്ട്. ഒരു അമ്മായിമ ഉണ്ട്, ചില്ലണ തൊഴിൽ കിടന്നല്ല ഇതാണ് കേട്ടോ. ഞാൻ ചിലതൊക്കെ പറയും ആ പാവാണ് അതിനെ. ഞാൻ പറയാ അതിനെ മേച്ചിട്ട് നിങ്ങൾ കൊലയമ്മ പോയി കുത്തിട്ടോളി അറിയാം, അമ്മാതി ചൊറച്ചിലാണ്. പിന്നെ ആങ്ങളുടെ കല്യാണം കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ പേരിലേക്കാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഇതേ
ആങ്ങളന്റെ അമ്മായിമ്മ നയിച്ചെടുക്കാൻ പറഞ്ഞില്ലേ ബുക്കത് ആകെ വാരി വലിച്ച് ഡ്രസ് ആയി രീതിയിൽ മറ്റേത് അടുക്കും ചീറ്റിണ്ടാവും. ചെറിയ ഇന്നെന്താ കാട്ടിക്കണെന്ന് ഞാൻ പറയണോ? ഇന്നെന്താ കാട്ടിക്കണ ഞാൻ പറയണം മുണ്ടാന്നോ? അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നല്ല നാട്ടിച്ചു ഞാൻ ആങ്ങളന്റെ കല്യാണം നടക്കില്ല വെച്ചിട്ട് കൊറേ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അത് നമ്മള് ലാസ്റ്റിക്ക് അല്ലേ വെച്ചിട്ടാണ് ഓന് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. അപ്പൊ ഇമ്മാനെ ഇഷ്ടാണ് സലാം പറയണമെന്ന്. വലൈക്കും അസ്സലാം. സലാം തന്നു കേട്ടോ. സലാം പറഞ്ഞ സലാം വീട്ടി. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. തറവാട്ടിൽ നിന്നും നിങ്ങൾ കുറെ ആയോ പോന്നിട്ട്? ഇപ്പൊ എത്ര കൊല്ലായി കാണും? ഞാൻ 10ാം ക്ലാസ് പഠിച്ചെന്ന്. 7 8 കൊല്ലം. നിങ്ങൾക്ക് ഞങ്ങളിതാ കൊല്ലം കണ്ടു. ഞാൻ ഈ നാട്ടിലുള്ള ആൾ തന്നെയാണ്. അത് ശരി. ഞാൻ പ്ലസ് 1 പഠിച്ചുമ്പോഴാണ്. ഞാൻ 10ാം ക്ലാസ് പഠിച്ചുമ്പോ ആ കള്ളം കേറിയാല് പിന്നെ നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര വാടക വരെ കേറി ഇറങ്ങിയപ്പോ നമ്മള് 3 സീറ്റിനാണ് കെട്ടിച്ചിട്ടോണ്ട് നോക്കും അല്ലാതെ കേട്ട ഇത് പറയും അത്രങ്ങാനും പേരെ ഞമ്മക്ക് അച്ചിമ്മ എല്ലായിടത്തുണ്ട്. അവിടെ ഒരു പേരുണ്ട്. ഓന്റെ ഞാൻ അച്ഛന്മാരുടെ കൊറേ പൈസ ഉണ്ട് എല്ലോടെ പേര ചാത്തമുണ്ട്. ഒരു തറവാടിന്റെ താഴെ ഒരു പേര ഉണ്ടായിന്, സുൽത്താവാടി ഉണ്ടായിന്, പുതിയങ്ങാടി ഉണ്ടായിന്. അങ്ങനെ നമ്മള് കൊറേ പെരിയിൽ നിന്നിക്കണ്. കൊറേ അടങ്ങേറായി പോണതോടെ നമ്മളെ വരാൾ തന്നെ. നാലാമത്തെ 5ാമത്തെ തറവാടുമാട് കൂട്ടിയിട്ട് അഞ്ചാമത്തെ അൽഹംദുലില്ലാ ഒരു സ്ഥിരായി. ചില്ലറ പണിയൊന്നും ഇല്ല കേട്ടോ. ലോഡും കയറ്റി വണ്ടിയിലും വലിച്ച ആദ്യം മുതല് പിന്നെ ഒരു കൊല്ലം നിന്ന അവിടുന്ന് പെട്ടിയും കറക്കി എടുത്ത് അടുത്ത് വരിക, അവിടുന്ന് പെട്ടിയും കറക്കി തന്നെ പരിപാടി. പിന്നെ അടുത്തത് എന്ന് പറയണത് എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. അമീ അല്ലെ നമ്മളൊക്കെ ആഗ്രഹം. ഇവിടെ എന്താണാവോ സന്തോഷമൊക്കെ അതൊക്കെ അഭിനയിക്കാണ് വീഡിയോയില് മാത്രം. വീഡിയോ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങള് ഉപ്പാക്ക് ഇപ്പോൾ എങ്ങനെ ഉണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ കഴിഞ്ഞത്തെ വീഡിയോയില് പറഞ്ഞേനി ഇതിന്റെ ഇടക്ക് ഭയങ്കര ഏറലും കാര്യമൊക്കെ ഇനി നമ്മളിപ്പോ അടുത്ത് വേറെ ഡോക്ടർ ടെൻഷന്റെ ഡോക്ടറും കാര്യമൊക്കെ കാട്ടി എന്താ പറയാ മരുന്ന് ഇപ്പൊ അതിനെ കുടിച്ചോണ്ട് നിക്കണുള്ളൂ. 2 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ കാട്ടിട്ട്. പിന്നെ കൊറേ പരിപാടികളുണ്ട്. പക്ഷെ അതിനിപ്പൊ ഉഷാറായി വരണം. ഇപ്പൊ ഇപ്പാനെ ഞങ്ങള് കാട്ടി തന്നാൽ ഇങ്ങക്ക് അതിലാറെ പാനെ ഇങ്ങക്ക് ഓർമ്മയുള്ളൂ. ഇങ്ങനെ കിടക്കണ ഇപ്പാനെ ഞങ്ങള് കണ്ടിട്ടില്ല. നമ്മളോ അടങ്ങാറായോണ്ടാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുക ഇപ്പാക്ക് കുറവുണ്ട്. ഇപ്പാന്റെ കൊറേ ആൾക്കാർ ഇട്ടോ ഇപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ മാറ്റണ്ട്. ഇപ്പൊ ഒന്നും പടം മാറ്റണ്ടായാലും വീഡിയോ പോകണ്ട്. എല്ലാരും പ്രാർത്ഥിക്കുക. കൊറേ ആൾക്കാര് പ്രാർത്ഥന ഉണ്ട് കേട്ടോ. അതിപ്പോ നമ്മളൊക്കെ സംബന്ധിച്ച് വലിയ കാര്യല്ലേ. കണ്ണെട്ടിയതാണ് ആ വീഡിയോ രണ്ടില്ലേനി എന്നൊക്കെ പറഞ്ഞ കൊറേ കമന്റ് ഉണ്ട്. എന്താ പഠിച്ചോൻകനെ അറിയുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹായ് ഷംന, നീ ഉമ്മാമയും ഉള്ള പോക്കതാക്കിന്റെ വീഡിയോ പലരും സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരായി ചെയ്തിരിക്കണത്. ലാസ്റ്റ് അർഷുവിന്റെ കിട്ടി തപ്പി കുടിച്ചല്ലോ. അർഷുവിന്റെ വല്യപ്പാനെ എങ്ങാനും വല്യമ്മ കണ്ടിട്ടുണ്ട്. ശരിയല്ല കേട്ടോ, വെറുതെ കേട്ടോ. കൊറേ ആൾക്കാർ അതാണ് വിചാരിച്ചിട്ടുണ്ടാവും. അത് നമ്മളെ നാട്ടുകാർ തന്നെയാണ്. അതാണ് വല്യമ്മ കണ്ടിട്ടില്ല. വല്യമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ബൈ ബൈ കളി നീ പഠിക്കരുത് ഇറങ്ങുന്നോളോട്. പിന്നെ യൂട്യൂബിൽ നിന്നും ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? കനത്തിലാണ് 10,000 കിട്ടും. അതും പട്ടിപണി എടുത്തിട്ട് ഓരോ വീഡിയോക്ക് കട്ട് കേട്ടണ അറിയണത് $4. നമ്മള് കടന്നതിന് മെനക്കെട്ടാ കിട്ടും. നമുക്ക് ഏറ്റവും ടോപ്പ് നമ്മള് എത്രയാണ്? ഏറ്റവും ടോപ്പ് 86 അല്ലേ? 86 ആണ് നമ്മളെ ഏറ്റവും ടോപ്പ്. അത് കഴിഞ്ഞു. അതില്ല ഷെഫീക്ക് വന്ന ഉടനെ അതിനപ്പോ ഒരു യൂട്യൂബിന്റെ വക ഒരു ബോണസും കിട്ടീന്. ഒരു 10-15 റുപ്യന്റെ ഒരു ബോണസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്കൊരു 86 റുപ്യ കിട്ടിയിരിക്കണം. നമുക്ക് കഴിഞ്ഞ മാസം 10 മാസം ഏറ്റവും ടോപ്പ് അതാണ് കേട്ടോ. പിന്നെ 40 വന്നിക്കണ്, പിന്നെ 36 വന്നിക്കണ്, 15 വന്നിക്കണ്, 24 വന്നിക്കണ്, അങ്ങനെ കുറെ വന്നിക്കണ്. ഫസ്റ്റൊക്കെ 10, 3, 6 വന്നിക്കണ്. അങ്ങനെ കുറെ വന്നു. ഏറ്റവും ടോപ്പ് 86. അതെന്താ വിചാരിച്ചാല് ഷെഫീക്ക് വന്ന ടൈമില് ഞങ്ങളൊക്കെ ഇവിടെയാണല്ലോ. അപ്പൊ ഇനി ഞമ്മളിപ്പോ 20-ാം തീയതി അക്കൗണ്ട് കേട്ടോ നേരം വൈകാ സിറ്റിനെ വിളിച്ചും ചോദിച്ചു. കാത്തു നിക്കല്ലേ. പ്രമോഷന്റെ പൈസ ഒക്കെ ചിലപ്പോ ഇപ്പോഴും കിട്ടിയില്ല. അറ്റസിന്റെ ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നോട് പറ, ഓലോട് പറയണ്ട.
അല്ല ആ പൈസ കേറില്ല, ആ പൈസ കേറിക്കണല്ലോ, എന്തായി? അത് അങ്ങനെ കേറി നമ്മളെ ഓയ് എല്ലാരും ഒപ്പം നിന്നാല് എല്ലാരും വേണം. അതാണ് എല്ലാരും വന്നു. ഞാൻ പറയണ ജംഷാദ് വരാന്നാല് അന്യടുത്ത് ഒഴിവാക്കുന്ന അറിയണം. ഞാൻ ഒറ്റക്ക് തുടങ്ങുന്ന അറിയണം. എല്ലാരും എന്റെ ഒപ്പം നിക്കോട്ടോ. ഇവലെ കൊറേ കഥച്ചറിയാം. ഞാൻ എന്നോട് എന്നാണ് ഇവല് പിണങ്ങണത്, അന്ന് ഞാൻ ഇവലെ എല്ലാരും തറവാട്ടുകാരി എല്ലാരും ഞാൻ കത്തിക്കും. അതിന് ഒതുക്കാലമായിരുന്നു ഇവലൊക്കെ ഒറിജിനൽ മരുന്ന് എന്റെ അടുത്തുണ്ട്. ഇവലെന്താണ് ഞാൻ കാണിച്ചത്. ഞാൻ എന്നോടൊന്നും പിണങ്ങട്ടെ വരും. നിങ്ങൾ അത് എന്നോടൊന്ന് പറഞ്ഞു കളിച്ചൊന്ന് പറയാണ്ട് അത് പറഞ്ഞു കളി നിങ്ങള് കാട്ടിക്കൂട്ടല്ലേ അറിയുള്ളൂ ഉണ്ടാന്നേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് യൂട്യൂബില് എന്തിനപ്പൊ വന്നിരിക്കണത്? ഞാൻ വന്നില്ലേ അമ്മായി എന്തിനാ പറയണതാണ്. യൂട്യൂബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോക്ക് $2, $3, $4 അങ്ങനെ ഓരോ ഡോളർ കയറുള്ളൂ കേട്ടോ. എന്തേലോങ്ങിനോ ആ നല്ല പൈസ കയറുണ്ട്. നോണ പറയണ അതൊക്കെ. എന്തിനാ നോണ പറയണത്? കിട്ടുന്ന പൈസ പറഞ്ഞോടാ. എഡിറ്റിംഗ് അറിയണ്ട, അപ്ലോഡിങ്ങിന് അറിയണ്ട, അക്കൗണ്ടിൽ പൈസ കണ്ടാ നോട്ടിഫിക്കേഷൻ മാത്രം അറിയാം. എങ്ങനെ കേറി വന്നൊന്നുമില്ല. കത്തി പോകാൻ 2500 ഒരു പ്രൊമോഷന്. എല്ലാരും മാപ്പിളന്നെ പിരാഗിട് പറച്ച റബ്ബരിയാനെ കാര്യം പറയാലോ. മറ്റേത് എന്ന് പറഞ്ഞാല് ഞാൻ വെറുതെ തുടങ്ങിയൊരു അക്കൗണ്ട് ഇനി ഓക്ക് ഇൻസ്റ്റയില് താല്പര്യമില്ല. കേറി പിന്നെ ഞാൻ ഒപ്പം കൂട്ടി മാഷാള്ള ഇന്നിപ്പോ 1,00,000 ആവാ 2000 സബ്സ്ക്രൈബിന് കുറവുള്ളു ഇൻസ്റ്റ. അറിയോ? സീറോന്ന് തുടങ്ങിയാണല്ലേ അത്? തുടങ്ങിട്ട് ഇപ്പൊ 6 മാസം 7 മാസോ പെട്ടെന്ന് തുടങ്ങി. എവിടെ ഇൻസ്റ്റ യൂട്യൂബാണ് ആദ്യം തുടങ്ങിയത്. ഇൻസ്റ്റക്ക് മൈൻഡ് ഇല്ലേ, ഇൻസ്റ്റ വേണ്ടാന്ന് പറഞ്ഞു. അന്ന് നമുക്ക് പ്രമോഷൻ കിട്ടുന്നില്ല, വെറുതെ തുടങ്ങിയാണ്. പക്ഷെ ഇതുവരെ എത്തിച്ച് 98,000 സബ്സ്ക്രൈബർ 1,00,000 ആവാനായിട്ടോ. ഇതിപ്പം ഇൻസ്റ്റയിലോല് നമ്മൾ അതിലാണ് നമ്മൾ കൂടുതൽ റീലും പ്രൊമോഷനും മാഷാള്ളപ്പം യൂട്യൂബിലാറ് പ്രൊമോഷനും കാര്യമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതും നോക്കുന്നുണ്ട്, യൂട്യൂബും നോക്കുന്നുണ്ട്, അങ്ങനെ ഒക്കെ പാടെയാണ്. പ്രൊമോഷനെ വിളിച്ചാൽ നല്ല റേറ്റ് പറയട്ടോ. അതേമാതിരി ഞാനൊരു അക്കൗണ്ട് തുടങ്ങിയിരിക്കണേ. ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് ഇട്ട് നയിച്ചാണ്ട് തന്നെയാണ്, വെറുതെ ഒന്നല്ല. ഇല്ല അറിയാലോ, അതത്ര റിസ്ക് എടുത്താണ്. ഇപ്പൊ ഇവിടെ നമുക്കൊരു പ്രൊമോഷൻ ഇതിന്റെ അടുക്ക് വന്നീനി. ഒരു റേറ്റ് പറഞ്ഞു. ആ റേറ്റ് പറഞ്ഞിട്ട് ഓല് പിന്നെ അതിന് ചെയ്യാൻ കഴിയൂല, ഞങ്ങളെന്തെങ്ങനെ പറയണത്, നമ്മള് അറിയണതല്ലേ എന്തോ പറഞ്ഞല്ലോ. എന്തേനിപ്പോ കുറച്ചു മുന്നേ ആരും ഇപ്പൊ എങ്ങനെ പറയാ. അല്ല ഏത് നമുക്കൊരു പ്രൊമോഷൻ വന്നില്ലേ, ഒരാളൊരു റേറ്റ് പറഞ്ഞു, അറിയാതെ റേറ്റ് പറഞ്ഞു. എത്ര കുറച്ചിട്ടാണോ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കല്ലേ, ഞങ്ങൾ അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോ ഞങ്ങളെ വീഡിയോസ് ഒക്കെ നോക്കിക്കോളി, അത്യാവശ്യം റീച്ച് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഒരു സമയം കണ്ടെത്തിയിട്ടൊക്കെ റിസ്ക് എടുത്തെടുക്കുന്ന വീഡിയോസ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള നമ്മള് ഇപ്പൊ എന്തിനാണ് പ്രൊമോഷനൊക്കെ ചെയ്യണത്, ഞമ്മക്കൊരു പൈസ കിട്ടാൻ വേണ്ടിട്ടാണല്ലോ. അപ്പൊ അതിനോണ്ട് നമ്മള് റേറ്റ് വിചാരിച്ചിട്ട് വലിയ ആരും പറയണ റേറ്റ് നമ്മൾ പറയണില്ല കേട്ടോ. നമ്മളൊരു അത്ര പറയണുള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ അതും തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് സ്വീകരിക്കാൻ കഴിയില്ല. പോലെ ഒരു വീഡിയോ എടുത്താൽ പോലെന്നാ ചോദിക്കണത്. പക്ഷെ ആ വീഡിയോ എടുക്കണതിന്റെ പിറകിൽ കുറെ എഫേർട്ടുകൾ ഉണ്ട്. അതാണ് അതിന്റെ സത്യം. അങ്ങനെയൊക്കെയാണ്. നുള്ളി പൊറുക്കി നമ്മൾ റിസ്ക് എടുത്ത് പറയുന്ന നല്ല റിസ്ക് ഉണ്ട്. ഞാൻ നല്ല ചൂടാൻ ചെയ്തിട്ട് എന്തെടുക്കാത്ത എന്തെങ്കിലും നമ്മളെ കറക്റ്റ് വട്ടത്തിൽ ഓരോ ദിവസവും ഇറങ്ങി എല്ലാരും ഇതാക്കും. എല്ലാ പ്രഷറിച്ച പ്രൊമോഷൻ എഡിറ്റ് ചെയ്ത് വിട്ട് കൊടുക്കണ ഓല കണ്ണു മുറിഞ്ഞ അത് പറ്റിയിട്ടില്ല, അവിടെ ആടാക്കി. അപ്പൊ ഇവിടെ ഫ്രെയിം ശ്രദ്ധിച്ചണോ വിജ് മറ്റതല്ല അതല്ല അവിടുന്ന് അതും ഒക്കെ പാടില്ല. പിന്നെ നമ്മള് കണ്ണൻ ചുമ്പി കഴിച്ചിലായിക്കോട്ടെ ഇതിന്റെ നുള്ളി കൊടുക്കലൊന്നും ഒരു അലമ്പും ഇല്ല. ഷിപ്ന അവിടക്ക് ഷഫീഖ് അവിടുന്ന് നിന്നു. അതിനും മാണ്ടിന്റെ ബേക്കിലുണ്ട് വടക്കെത്തണോന്ന് പോയി. എന്റെ അക്കൗണ്ട് ഇപ്പൊ ഒരു 36K എന്റെ അടുത്ത് എത്തിക്കണം. അതിനിപ്പോ 2000 ഒരു പ്രൊമോഷനെ ചേറി പോയ കിട്ടിക്കണം. ഒരു കാലിന്റെ ഒരു ക്രീമിന്റെ ഒരു പ്രൊമോഷനും അതിനല്ലേ ഉള്ളൂ. സ്വർണ്ണക്കട ഇട്ടിട്ടില്ല സിപ്ന, ഇതാണ് അവസ്ഥ. മൂന്നാലും ചെയ്തിക്കണല്ലോ. ഒരു ക്രീം ഒരു സ്വർണ്ണക്കട ഇട്ടിട്ടില്ല. അത് 3200 സിപ്നാക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്. മൂപ്പത്തി അവിടെ
കറിയും കൂട്ടാനും ഉപ്പേരിയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നാ തുറക്കാന്ന് വെച്ചറിയില്ല. എന്റെ 10K ആവാനേക്കാണ്. 10K ആവാനായി കഴിഞ്ഞിട്ടില്ല. 8ന് 2-3 ഇതൊക്കെയാണ് ഞങ്ങളെ കഥാവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഓരോ പ്രൊമോഷനും കാര്യമൊക്കെ എഡിറ്റിങ്ങും ഭയങ്കര ഇടങ്ങാറില്ല കാര്യം. പിന്നെ അടുത്ത വെല്ലിമ്മാക്ക് എത്ര മക്കളാണ്? അന്ന് ഫസൽ ഫാമിലിയുടെ വീട് വൃത്തിയാക്കുമ്പോ ഒരു ഫാമിലി ഉണ്ടായില്ല, അതാരാണ്? വല്യമാക്ക് 3 മക്കള്. വല്ലാത്ത ശരി, സോറി ഹസീന, സോറി. ഇത് ഞങ്ങളെ കുടുംബത്തിന്ന് പറയാ. അത് ഉമ്മാന്റെ നടുവത്തെ മകന്റെ മരുമകൻ പെണ്ണുങ്ങള്. നിങ്ങളാരാണ്? ഇളച്ചി. ഉമ്മാന്റെ ഇളച്ചിനെ വീഡിയോയിൽ വല്യമ്മക്ക് 3 കുട്ടികളാണ്. ഫസ്റ്റത്തെ ഉപ്പ, പിന്നത്തെ ആപ്പാപ്പ, പിന്നത്തെ അമ്മായി, അനു മോണ്ടനും ഓലെ അമ്മട്ടോ. അപ്പൊ ഓല് കൊറേ വീഡിയോയിൽ അറിയോലെ പേരെ പൂക്കോട്ടുംപാടത്താണ്. നമ്മളിവിടെ ഇപ്പൊ നമുക്കൊരു പീപ്പിൾസ് ഒക്കെ കിട്ടിയൊരു പേരുണ്ട്. മറ്റേ അമ്മായി തറവാട്ടാര് അവിടെ ഉണ്ട് കേട്ടോ. ഷംന നീ മറ്റേത് ഈ പിന്നെ അടുത്തത് അറിയണത് നിങ്ങളുടെ ആദ്യത്തെ ആ ഫോട്ടത്തിലേ നിങ്ങളുടെ ആദ്യത്തെ വീട് എവിടെയാണ്? നമ്മള് തറവാട്ടിലേ അല്ലേ? ആദ്യം നിങ്ങൾ കാണാൻ തറവാടനെയാണ് ഇവിടെ എല്ലാരും തറവാട്. ഒന്നായിട്ട് ഒരു റൂമില് അമ്മായി മോണ്ടനും ഒരു റൂമില് ഇമ്മമ്മയും. ഇമ്മമ്മ ആദ്യം വേറെ റൂമിലാണ്. ഇമ്മമ്മക്ക് ഒറ്റക്ക് റൂം, പിന്നെ അമ്മ 5 എണ്ണം. പിന്നെ ഞങ്ങൾ 5 ആള് റൂമിൽ. അങ്ങനെ അല്ലേ? അമ്മായി ഗൾഫിലാകുമ്പോ എങ്ങനെ? അനു മോണ്ടനും വേറെ റൂമില് ഓല് എത്തിങ്ങാനില്ലേ? അപ്പൊ പിന്നെ എത്തിങ്ങാനില്ലേ ഓല് കുറച്ചല്ലേ പോയിട്ട്. കുറച്ച് നിന്നിട്ടുള്ളൂ അല്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അറിയാം, പ്രത്യേകിച്ച് ഒന്നുമില്ല ചോദിക്കാൻ, എന്നും ഹാപ്പിയായി ഇരിക്കുന്നു. ഹാപ്പിയായി ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ തന്നെ വീഡിയോയില് ഇങ്ങനെ അത് കഴിഞ്ഞാ പിന്നെ സത്യമായിട്ട് ചെറിയ ഇന്ന് കാറ്റ് ചെയ്യാൻ പാടില്ല. ഉപ്പ് ഇതൊക്കെ തന്നെയാണ് കച്ചറ. നമുക്ക് എടുത്തിട്ടാലോ? നമുക്ക് അടിയൂടാ അല്ലേ? ഒരു CCTV വെക്കണം പേരില്. ഇതാണ് ശംന, ഇതാണ് ശിവ. ഞാൻ ഏറി പോയ ചൊറിഞ്ഞു മാതി നടക്കുള്ളൂ. നിങ്ങൾ അങ്ങനെയാണോ? ഞങ്ങളെ എടുത്തെന്താ ഞങ്ങളെ പെരുത്തെന്താ രാവിലെ നീച്ചാ ചത്തടി മണ്ട ചായ കടി കൂട്ടാന് അത് ഇത് അതാ. അത് കഴിഞ്ഞാ പിന്നെന്താ ഇത്? ഞങ്ങൾ ആരത്തേക്ക് ഒന്നിനും പോകില്ലല്ലോ. പോകില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ നടക്കുന്നത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം ഉണ്ടേനി. അതൊക്കെ കണ്ട സ്വപ്നമാതിരി ഒറ്റ മായല്ല. അൽഹംദുലില്ലാ അതൊക്കെ ശരിയാവും. പിന്നെ പ്രാങ്ക് വീഡിയോ ചെയ്യും. നല്ലൊരു പ്രാങ്ക് വീഡിയോ വരുന്നുണ്ട്. ഒന്നെങ്കിൽ Q&A കഴിഞ്ഞ അല്ലെങ്കിൽ അതിന് മുന്നിലേ ഇല്ലേ? നിങ്ങക്ക് ഇതായത് പോലെ പിന്നെ അറിയണത് ഉപ്പ, ഉമ്മ, മക്കൾ, മരുമക്കൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഒരു മരുമകൻ മിസ്സിംഗ് ആണ്. പറഞ്ഞെടുത്താ മരുവന് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇനി മരുവ പോയതാണ്. പറയാറൊക്കെയാണ്. പണിയെടുത്ത പൈസ ഇട്ടിട്ടില്ലേ വാങ്ങും. അവിടുന്ന് ഒരു വരുമാനം, ഇവിടെ ഒരു വരുമാനം, അപ്പുറത്ത് ഒരു വരുമാനം ഉണ്ടാക്കണേ. തികയണില്ലാന്ന് ഓളെ കുട്ടിയാക്ക് ഈ ചെങ്ങക്ക് തിന്നാൻ കാണോ? കൈയില്ല ദിയാനോടെ. ക്യാമറമാനോട് ഉറങ്ങാണ്. അല്ല കൈ വന്നിക്കണോ? അത് അടിയത്തെ ക്യാമറയാണ് വന്ന്. പിന്നെ ഇത് പറയും, ഇത് ഉമ്മ, ഇതാണ് ഉമ്മാന്റെ ചെക്കം അല്ല ഇമ്മാന്റെ ഫസ്റ്റ് തൊട്ടി പറയും. ഷിഫ്ന. രണ്ടാമത്തെ ഷിഫ്ന. പേര് ഷഫീഖ്. എന്റെ പേര് ഷംന. ഞാൻ 3ാമത്തെ കുട്ടി, 2ാമത്തെ കുട്ടി. ഇത് ഞാന് 2ാമത്തെ മരുവന്. ഇമ്മാന്റെ കുട്ടി. പിന്നെ ഒരു മരുവന്, ഓക്ക് 3 കുട്ടികള്, ഇച്ചൊരു കുട്ടി. ഒരാള് ക്യാമറമാൻ, ഒരാൾ ഇവിടെ, ഒരാൾ കളിച്ചാൻ പോയി. ഞങ്ങളൊക്കെ ഫാമിലിന്നാണ്, പുറത്തുനിന്ന് ഞങ്ങൾ എടുക്കൂല. കുഞ്ഞുമോൻ ജോലി വെൽഡിങ്. ഷഫീഖ് മാരേജ് ആയോ പോയി നോക്കാം. ആക്കെ നമ്മളിപ്പോ പറയട്ടോ. നിങ്ങൾ എന്താ പ്രാങ്ക് വീഡിയോ ചെയ്യേ? ഞാൻ നിങ്ങളെ വീഡിയോസ് എപ്പോഴും കാണും, വെയിറ്റിംഗ് ചെയ്യും. Q&A ചെയ്യണേന്ന്. Q&A ഇപ്പൊ നമ്മൾ എടുത്തേക്കണത്. ഞാൻ ഉറങ്ങിയ കണ്ണേ ഞാൻ കുത്തും. ഉറങ്ങണോ ഇരിക്കുമ്പോഴല്ലേ ഒന്ന് വിട്ടോക്കണ്ടേ? ഇപ്പൊ മണ്ടോയില്ലേ കളിച്ചാന്? 500 ഉറുപ്പിക ടീവാസ. അപ്പൊ പ്രാങ്ക് വീഡിയോ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്തോളി. ഫസൽ ഫാമിലിയുടെ ഉമ്മയും നിങ്ങളുടെ ഉമ്മയും സിസ്റ്റേഴ്സ് ആണോ? നിങ്ങളെ റിലേഷൻ എങ്ങനെയാണ്? മകൻ കെട്ടിയ പെണ്ണുങ്ങൾ പരിപാടി ഒന്നും അറിയില്ല. കൊറേ ആൾക്കാർ പറയുന്നത് മുഖച്ചായ ഉണ്ട്. ഞമ്മക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ.
കൊറേ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒരാൾ വെറൈറ്റി ആയി ചോദിച്ചിരിക്കണേ, ഉപ്പയുടെ പഴയ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഉണ്ടോ, കാണാൻ ആഗ്രഹം ഉണ്ട്. നമ്മളെ ആൽബത്തിലില്ലേ? ആൽബത്തിലുണ്ട്. അറിയാന് ചെറിയ പ്രായേ തോന്നൂല, ഉപ്പാക്ക് ഒരു പ്രായത്തില് ചെറിയ ചെക്കനാണ്. ഉമ്മാനെ കെട്ടുന്ന ഉമ്മാക്ക് മുന്നിൽ രണ്ട് തിരുമ്പാങ്കല്ലേ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ തമാശ പറയണ കൊറേ മുതലും പൈസ ഒന്നുമില്ലെങ്കിൽ പഠിച്ചോ കണ്ടാണ് കൊറേ പല്ലം നിക്കണം. എന്താ അതിന്റെ പിന്നാലെ അവിടെ വെച്ചിട്ട് നിന്നാതിയേനി. എന്ത് രസല്ല പല്ലില്ലേ, അടിപൊളി പല്ലാണ്, വെളുപ്പുണ്ട്, വെളുപ്പുണ്ടെങ്കിൽ അപ്പൊ തിരുമ്പ വരെ ചെയ്യണീന്നാണ് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഉമ്മാരെ അച്ഛൻ പറഞ്ഞേ. ആരപ്പ പറഞ്ഞേ? അമ്മായിയൊക്കെ പറഞ്ഞു നിക്കണ അങ്ങനെ പറഞ്ഞീനി കെട്ടിക്കൊടുന്നു. ഇപ്പൊ തടി ഉണ്ടായോണ്ട് അറിയാത്തോണ്ടാ. നിങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോകുന്ന വ്ളോഗ് വേണം, നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണ്, എല്ലാവരുടെയും പേര് പറയുക. അത് പറഞ്ഞില്ലേ നമ്മള്? ട്രിപ്പിന്റെ കാര്യം പോയിനി ഒന്ന് പോയി ആദ്യം മുതലേ നിങ്ങളെ സബ്സ്ക്രൈബർ ആണ്. എനിക്ക് നിങ്ങളോട് എന്താ ഒന്നും ചോദിക്കാനില്ല. ഇൻഷാ അല്ലാ ഓരോ ദിവസം നേരിട്ട് കാണണം. ഒരു ദിവസം നേരിട്ട് കാണാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്റെ പേരൊന്ന് പറയണം, അതാ എനിക്ക് വേണ്ടത്. പ്ലീസ് ഒരു ഹായ് തരണം. എല്ലാവരുടെയും പേര് ഹൻസിബ. ഹൻസിബ ഹായ്. എന്റെ പേരൊന്ന് വിളിച്ചു നോക്കാം. ഉപ്പട പിയോ പിൻകോഡ് 6 അറിയില്ല. ഇപ്പൊ പഠിച്ചാണ് കൊടുത്തിട്ട് പഠിച്ചെങ്കിൽ ഇന്റെ അറിയില്ല. പഠിച്ച അപ്ഡേറ്റ് ഫോൺ നമ്പർ അറിയില്ല. 80 തുപ്പങ്ങോട്ട് 81 ആരതറിയാ? അപ്പൊ 81 അവിടെ പോയിക്ക് പുറത്ത് അൻസിബാന്റെ കാലം. പിന്നെന്താ എന്റെ നമ്പർ അറിയില്ല, ഇന്റെ നമ്പർ അറിയില്ല, വെറുതെ പറയാനില്ലയോ? ഫസ്റ്റ് അറിയ അല്ല പുറത്തോ അല്ല ചെറിയപ്പോ കച്ചറ പുറത്തുണ്ടാക്കണ്ട കേട്ടോ. നിങ്ങൾ കാണണം. ഇത്രക്ക് നല്ല സ്നേഹമുള്ളൊരു എന്താ തുറന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണിത്, കപ്പിൾസ് ആണ്. അപ്പൊ സ്വന്തം ഫോൺ നമ്പർ അറിയില്ല. പാൽച്ചായ എത്ര എണ്ണം കൊടുക്കണ്ട അതിന്റെ കണക്കുണ്ടാവും കജ്ജില്. മീന്റെ കാല് തരിച്ച്. ഷംന നിക്കുന്നത് ഷംനന്റെ സ്വന്തം വീട് ആണോ? ചെറിയാപ്പ അടുത്ത വീടാണോ? ഷിഫ്നന്റെയും അങ്ങനെ തന്നെയാണോ? നിങ്ങളുടെ രണ്ടുപേരുടെയും ഹസ്ബൻഡിന്റെ മദർ ഫാദർ എവിടെ? തുടങ്ങിക്കാദ്യം. തറവാടാണ്. ഇപ്പൊ നാട്ടിലില്ല, ഇപ്പൊ ഗൾഫിലാണ്. അവിടെ അമ്മായിമ്മ ഉണ്ട്, 2 നാത്തൂമാരുണ്ട്, പിന്നെ ഞങ്ങളും ഉണ്ട്. നാത്തൂമാരൊക്കെ കെട്ടിച്ചു. ചെറിയാപ്പൂന്റെ വരില്ല. എന്റേത് നിങ്ങൾ വെച്ച പേരാണോ വാടക പേരാണോ? എന്റേത് ഞാൻ വെച്ച പേരാണ് അൽഹംദുലില്ലാ. 25 വയസ്സില് 25 വയസ്സില് പെണ്ണ് ചോദിച്ചപ്പോ പെരണ്ടെന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിന് അവിടെ. ഞങ്ങള് കല്യാണം എനിക്ക് ഉണ്ടാക്കിയത് പാപ്പ പറഞ്ഞപ്പോ അന്ന് എന്റെ വരയ്ക്ക് ബല തറവാട് വരല്ലേ സെയിം ആണ് എന്റെ വര ആയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പെണ്ണെട്ടുമ്പോഴും ഒജില്ല, വെള്ളമല്ല, എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാ ഗൾഫിക്ക് പോയി. 21 വയസ്സിൽ ഗൾഫിൽ പോയി. 21 വയസ്സിൽ ഗൾഫിൽ പോയി. 2 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോ തന്നെ നിശ്ചയിച്ചിട്ടു അല്ലേ? 2 കൊല്ലം 23 നിശ്ചയം കഴിഞ്ഞു. നിശ്ചയം കഴിഞ്ഞാണ്ട് പിന്നെയും പോയി. 2.5 കൊല്ലം നിന്നു. പിന്നെയും വന്നിട്ട് കല്യാണം കഴിച്ചു. 1 കൊല്ലം ഇവിടെ കൊറോണയിൽ കുടുങ്ങി. പിന്നെയും പോയി. അപ്പൊ അതിന് കേർ താമസം കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു അല്ലേ? എല്ലാം ചടപടയും തീർന്നു. ഇപ്പൊ അൽഹംദുലില്ലാ റാഹത്താണ്. ഇപ്പൊ നാട്ടിലുണ്ട്. ഒരു 3 വർഷമായിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്. പക്ഷെ ഇത് നാട്ടിലുണ്ടായോണ്ട് അവിടെ നിക്കാനൊരു രസമുണ്ട്. അല്ലെങ്കിൽ 1 മാസം കറക്റ്റ് അമ്മയെ അങ്ങോട്ട് പായും. ഇപ്പൊ ആ പാച്ചിലില്ല. ഗൾഫിൽ ഇങ്ങനെ നിന്നിട്ടേ ഞമ്മക്ക് ഇത് ഒപ്പം നിന്ന് ചെയ്യലില്ലല്ലേ. ഞാനും ചെറിയപ്പോ ഒപ്പം നിന്നില്ലാറത് നിശ്ചയം കഴിഞ്ഞ വിട്ട് നിന്നിട്ട് ഞങ്ങള് ഇപ്പൊ ഈ 1 കൊല്ലായിട്ടാണ് അടുപ്പിച്ച് ഇങ്ങനെ അടുത്തങ്ങ് നിക്കണത്. ഓ, നാട്ടിലുണ്ടാവുമ്പോ വൈകുന്നേരം പണിയേറി വരുമ്പോ ഒരു ഇതുണ്ടാവൂലേ, അത്ര അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, കമന്റ് ഇടാറില്ല എന്നേ ഉള്ളു. ഇനി എന്ത് ചോദിക്കാൻ? എല്ലാ വിവരങ്ങളും വീഡിയോയിൽ തന്നെ. വായിച്ചട്ടെ. എന്തായാലും ഷെഫീഖിന് കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാണ്ടിക്കാട് പന്തല്ലൂർ മൊയ്തീൻകുട്ടി ഇപ്പോൾ ജിദ്ദയിൽ നിന്നും വീഡിയോസ് കാണുന്നു. എല്ലാവിധ ആശംസകളും.
പ്രവാസിയായ ഒരു കാക്കി കേട്ടോ. പ്രവാസികള് കുറെ അയക്കലുണ്ട് എങ്ങനെ ഓലാണ് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കലുണ്ട്. വീഡിയോ ഇതാവുന്നത്. ഷിഫ്ന ആന്റെ അളിയാക്ക ലവ് മാരേജ് ആണോ? ആണ് 100 വട്ടം പെരക്കാര് തല്ലി കൊന്നിട്ടോളെ എഞ്ഞു പോയി കെട്ടി. അത് ഇതുവരെ ഇട്ടിട്ടില്ല. ഓളെ പ്രണയകഥ കെട്ടിക്കണല്ലോ. അതിലുണ്ട് അതില് നോക്കി കാഞ്ചനയും മൊയ്തീനുമാണ്. അതിന്റെ ഒപ്പനെ തല്ലി കൊല്ലാനാക്കി. അത് കാഞ്ചനി മൊയ്തീനല്ല, മൈമൂനി മൊയ്തീനാണ്. പിന്നെ റിപ്പീറ്റ് ഓര് പ്രേമിച്ച ഷിഫ്റ്റ് ഒന്നും പറയില്ല. ഷംന സെക്കൻഡ് ബേബി പ്ലാനിങ് ഉണ്ടോ? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അനക്ക് പ്ലാനിങ് ഉണ്ടോ? ഞാനല്ലല്ലോ ഷംന. നിങ്ങളുടെ വീട് എവിടെയാണ്? നിലമ്പൂർ ഉൾപ്പെടെ പൊത്തുക. ഇനി ഉപ്പാന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യൂ അതോ കംപ്ലീറ്റ് ആയ ചെറിയാപ്പ് ജോബ് നിർത്തിയാ തിരുപ്പൂരില്ലേ? ഞാൻ ഇപ്പൊ നാട്ടിൽ തന്നെയാണ്. ഇപ്പാന്റെ ഇനി കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഇപ്പാന്റെ പോയോണ്ടേക്കണം. മെഡിസിൻ കുടിച്ചോണ്ടൊക്കെയുണ്ട്. അത് നിർത്താൻ പറ്റൂല. ആയുർവേദാണ്. ആക്കം പോലെ മേത്ത് കുടിച്ചുള്ളൂ. അപ്പൊ അതിന്റെ അനുസരിച്ച് നിർത്തിയിട്ടില്ല. ചെറിയപ്പ ഇപ്പൊ നാട്ടിൽ തന്നെയാണ്. നാട്ടിലൊരു ഷോപ്പിലാണ്. അതല്ലോ നമ്മളതല്ല, പണി എടുക്കണ്ട, അത്രേ ഉള്ളൂ. ആരതായാലും എന്താ. ഉപ്പച്ചി ഗൾഫ് നിർത്തിയിട്ട് എത്ര വർഷമായി? ഗൾഫിൽ നിന്നും ഈ അസുഖം ഉണ്ടായതാണോ അതോ നാട്ടിൽ നിന്നോ ഒന്ന് വിവരിക്കാമോ? ഇപ്പാക്ക് അസുഖം ഗൾഫിൽ നിന്ന് ഉണ്ട് തോന്നുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ മീൻസ് ഇവരെ അറിഞ്ഞിട്ടില്ല. അന്ന് ഞാൻ ഇവലായിട്ട് ഷെഫീഖിനായിട്ട് വന്നുള്ളൂ. അപ്പാനൊന്നും എനിക്ക് അറിയില്ല. അമ്മോനും അമ്മായിക്കും അറിയാനും ഓല അവിടെ കണ്ടു എന്തോ പറഞ്ഞല്ലേ. ഉംറ ചെയ്യാൻ പോയപ്പോ അമ്മായി പറഞ്ഞാല് ഇപ്പാന്റെ ഏട്ടന്റെ പെണ്ണുങ്ങള് ഉംറ ചെയ്യാൻ പോയപ്പോ ഇപ്പൊ അവിടെ വന്ന് താമസിച്ചിനി ഓലപ്പോ. അപ്പൊ നിസ്കാരത്തിന്റെ അടിയില് വീണു കൊയിഞ്ഞാടി. അപ്പൊ അതിലാണ് ഓല് ശ്രദ്ധിക്കണത്. പിന്നെ ഞങ്ങളോട് പറഞ്ഞു അതില് പാപ്പ ഇങ്ങോട്ട് ലീവിന് വന്നു നിർത്തിയല്ലോ. കാണാൻ പോയപ്പോ ഇപ്പാക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോഴൊന്നും പ്രശ്നമില്ല. നിക്കാഹ് ചെയ്യാൻ പോയപ്പോ അല്ലെ. ഞാൻ നിക്കാഹിന്റെ ഒരു മക്കത്ത് കഴിച്ചിക്കണ ഹറമിൽ വെച്ചിട്ട്. പാപ്പി അമ്മാനൊക്കെ ഉണ്ടാവും ചെറിയൊരു ഇതിന്. അന്നൊന്നും പ്രശ്നമല്ല. ഷഫീഖിക്ക് പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? പെണ്ണായാൽ അങ്ങനെയല്ല. അല്ല ലാസ്റ്റ് ഇത് പറയും. ഓന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? പെണ്ണിന്റെ ലാസ്റ്റ് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് പറയാ വിചാരിച്ചിട്ടാണ്. മനസ്സിലുള്ളതെല്ലാം നിങ്ങൾ കേക്കണം. ഓന്റെ ഫസൽ ഫാമിലിയുടെ ഉമ്മയും നിങ്ങളെ ഉമ്മയും സിസ്റ്റർ അത് പറഞ്ഞു കേട്ടോ. ഷിഫ്നന്റെ ഹോം ടൂർ ചെയ്യോ? ഇൻഷാല്ലാ ചെയ്യണ്ട്. പഴയ പേരെയാണ്. അപ്പൊ അവിടെ ഹോം ടൂർ ആയിട്ട് അപ്പൊ നേരം വെക്കാത്ത പരിപാടി എന്താ ഇതിന് കൊറേ വീഡിയോയില് പറയുന്നുണ്ട് കണ്ടന്റ് ഇല്ലാത്ത ക്ഷാമാണ്. കണ്ടന്റ് ക്ഷാമം. ഞങ്ങൾ ഇപ്പുറത്തെ ഇട്ട വീഡിയോ ഒക്കെ ഒരു കണ്ടന്റും ഇല്ല. അതിനൊന്നുമില്ല. ഞങ്ങള് കൈ നിർത്തിടും. അതാണ് പിന്നെ ഷഫീഖിന്റെ ലവ് മാരേജ് ആകുമോ? എവിടെയെങ്കിലും കണ്ടുവെച്ചിട്ടുണ്ടോ? ഇതുവരെയല്ല. നേരം വെളുത്താ മാറുമോ? ഇല്ലടാ ഇല്ല. പിന്നെ മുണ്ടണില്ലേ? ഷഫീഖിന്റെ മേലെ ഒക്കെ കൊറേ ക്വസ്റ്റ്യൻ. നിങ്ങളെ കെട്ടിച്ച വീട് അടുത്താണോ? വേറെ പോയിട്ടില്ലേന്ന്. എന്തിനാ വേറെ പോണ്? കെട്ടിച്ച വീട് അടുത്താണ്. എല്ലാരും ഇവിടെ ചുറ്റോട്ടം തന്നെയാണ്. ഞങ്ങളിപ്പോ പോകും. പിന്നെ നാളെ വീഡിയോ എടുക്കാൻ പിന്നെയും വരും. അത് വിചാരിച്ച നമ്മള് പറഞ്ഞ 24 മണിക്കൂർ തിന്ന് അങ്ങനെ അപ്പൊ ചോർന്നിട്ട് വന്നിട്ട് അപ്പൊ തന്നെ പോട്ടോ. അല്ല ചെലോല് വിചാരിച്ചൂലേ. ഇവിടെ പെറ്റടക്കലാണ് വിചാരിച്ചത്. തിന്നാതെ പോവാന്നൊക്കെ വെറുതെ പറയാന്. തിന്നിട്ട് പോകും. നല്ല തിന്നിട്ട് മറിച്ചിട്ട് അതെന്താ ഞങ്ങൾ ഉച്ചക്ക് ചോറൊക്കെ തിന്നിട്ട് വന്നല്ലേ. ഇവിടെ എന്നിട്ട് വെള്ളം മിച്ചറൊക്കെ വെള്ളം വെച്ചോ കലക്കിയല്ല സാധനം. മിക്സിന്റെ മുകളിൽ ആ വെച്ചോളം അടിച്ചു. എന്താ ഇത്ര കഥ ഇവിടെ നിന്ന് ഇങ്ങനെ മുഴുങ്ങി നിന്നു. നമ്മളാണ് ഇവിടുത്തെ മക്കളെ അതമ്മായിമ്മ വന്ന മുണ്ടണ്ട. ഷഫീഖിന്റെ ഏജ് 26. സ്റ്റാർട്ടിങ്ങില് ഉപ്പ പ്രവാസിയായിരുന്നോ? റഷീദ ബക്കർ ബഹ്റൈൻ. ഇപ്പൊ പ്രവാസിയാണോ? നമ്മളൊക്കെ ചെറുപ്പത്തിലായിരുന്നു മുതൽ പോക്ക് തുടങ്ങിയ. 20 വയസ്സിലൊക്കെ ചെറിയതാണ്. നമ്മളിപ്പോ നിക്കണ ഇപ്പൊ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മളൊക്കെ നിക്കൽ തുടങ്ങിയത്. അല്ലാതെ വരും പോകും. ഇതിങ്ങനെ 2 മാസത്തിന് വരിക 3 മാസത്തിന് വരിക അങ്ങനെ ഇനി വന്നോണ്ടൊക്കെ പറയാണ്ട്. പിന്നെ നിങ്ങള് പ്രാങ്ക് വീഡിയോ ചെയ്തിട്ട് വരുന്നുണ്ട്. ഷംന സൂപ്പർ. എനിക്കുണ്ടൊരു ഷംന മോള്. പൊന്തിയോ? ചത്തോ?
ഇവിടെ സ്വഭാവമല്ലല്ലോ മൂന്നാണി തിരക്കില്ല. കൊന്നിരുന്ന് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളെ വീഡിയോ സൂപ്പർ. എല്ലാവരുടെയും ജോബ് എന്താ? ഞാൻ ഇപ്പൊ MBBS കഴിഞ്ഞ് ഞാൻ ഏതാ കഴിഞ്ഞ് ഞാൻ PhD ഒക്കെ എടുത്ത് നിൽക്കണം. നമ്മള് പിന്നെ കൊറേ പൈസ ഉണ്ടാക്കിട്ട് ഇപ്പൊ ചെലവാക്കാൻ അങ്ങനെ വെറുതെ ആയിട്ട് ഒന്നുമില്ല. ഞങ്ങൾക്ക് കാര്യമായിട്ട് പരിപാടി ലീവിന് വന്നാൽ നോക്കണം. അതിന്റെ പരിശ്രമത്തിലാണ്. ഞാനിവിടെ നാട്ടില് ഞാൻ ഇവിടെ നാട്ടിലൊരു കടയില് ഷോപ്പ് കൊണ്ട് നടക്കുകയാണ്. സോറി. അല്ല നമ്മള് ലാബ് പഠിച്ചു. ഒരു ലാബൊക്കെ പഠിച്ചതാണ്. ലാബില് പഠിച്ചാ കിട്ടുന്നത് 500 ഇഞ്ഞ് പണിയായിട്ട് കേറുമ്പോ ഒരു 5 റുപ്യ കിട്ടിയേക്കാരം. ഞാൻ ആദ്യം തൊട്ട് പഠിച്ചു പോയി. എത്ര ഉണ്ടാക്കണ വെച്ചിട്ടങ്ങനെ ഇന്റെ കാല് തൊട്ടോക്കെ നീച്ചണത് എഞ്ഞു പോണ്ടി വരും. പിന്നെ ലവ് യു ഓൾ എസ്പെഷ്യലി ഷംന ഓലട്ടടി. അപ്പൊ ഫാമിലി അതും കൂടി പറയും. ഒരുപാട് ഇഷ്ടാണ് ഈ ഫാമിലി. നമ്മളൊക്കെ എസ്പെഷ്യലി അല്ല എക്സെപ്റ്റ് ഷംനാണ് ജോയിക്കാണ്. നിങ്ങൾ പോയിക്കാനോ. നമ്മളെ കൊറേ ആൾക്കാർ സ്നേഹിച്ചിട്ട് കാണുമ്പോ വർത്താനം പറയുന്നുണ്ട്. സന്നലിമ്പാട് താത്ത വിളിച്ചിട്ടുള്ളൂ കേട്ടോ. ഇർഫാൻ റസാഖ്. ചോദിക്കാൻ ഒന്നുമില്ല, എല്ലാ വ്ളോഗും കാണാറുണ്ട്. നിങ്ങൾ ഫുൾ ഫാമിലി ആയി ഒരു കാറിൽ ട്രിപ്പ് പോകുന്ന വീഡിയോ ഇടാമോ? നല്ല രസമായിരിക്കും. നിങ്ങൾ വ്ളോഗ് പാട്ടായി അപ്ലോഡ് ചെയ്യാമോ? ഇതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ചോദിക്കും. നല്ല വൈബാണ് എല്ലാരും കൂടി ഉള്ള വ്ളോഗ്. വെക്കേഷൻ ആവാറായല്ലോ, സോ പറ്റുമെങ്കിൽ ആ ടൈം ഒന്ന് പോകി. മൃഗങ്ങളൊക്കെ സൈഡിൽ കൂടെ ഉണ്ടാകുന്ന റോട്ടിക്ക് നോക്കണെങ്കിലേ എന്താ ചോദിച്ചാല് ക്യാമറ എടുക്കൊന്നെങ്കിൽ സിഫ്ന ഞാനാണ്. ക്യാമറ ഫോണൊക്കെ പിടിച്ചാല് ഛർദിച്ചാൻ വരും. അല്ലെങ്കിൽ കാറിന്ന് ഇറങ്ങി നിർത്തി റോട്ടിന്ന് അങ്ങനെയാണ്. പിന്നെന്താ അടുത്ത ക്വസ്റ്റ്യൻ. അസ്സലാമു അലൈക്കും. കുട്ടികളുടെ പേര് യൂട്യൂബിൽ RS എത്ര കിട്ടി? ഉപ്പ നടക്കുന്ന സ്പീഡ് നല്ലോണം ശ്രദ്ധിക്കണം എന്ന്. വലൈക്കും അസ്സലാം. കുട്ടികളെ പേര് എന്ന് പറയുന്നത് ഓക്ക് 3 പ്രൊഡക്റ്റുകളാണ്. മുഹമ്മദ് ദിയാൻ, റിസാൻ, മുഹമ്മദ് അഹിയാൻ മുഹമ്മദ്. ശരിക്കും പറഞ്ഞോക്കെ നമ്മൾ ഈ നേരം അപ്പൊ ഐദിനാദം ഷഫീഖ് കുട്ടികളെ പേരല്ലേ? ചെറിയ ഉണ്ടായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അതുകൊണ്ട് പേര് അബൂദർ. ആദ്യം ഓസില് പറഞ്ഞു. ഓസിലെ പഠിച്ചു ഞാന് മുഹമ്മദ് ഓസില്. അതാ അതിനെന്തോ ഇത് കണ്ടില്ലേ? എന്നാലും ഞാൻ പറഞ്ഞു ശ്വാസമുട്ടി ചത്താരി. 1 മാസം മുതൽ 9 മാസം വരെ ചെറിയ അപ്പൊ പേരിടല്ലേ ആശുപത്രിയിൽ വരെ ചോദിച്ചു. പിന്നെ സിഫ്നാനോടും ഉമ്മാനോടും ചോദിച്ചു. കുട്ടിക്ക് നല്ലൊരു പേര് കാട്ടും. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വയസ്സ് എത്ര? ഇത് കുറെ ഇറങ്ങാറാവൂട്ടോ. ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാവരെയും, അതേപോലെ അനിയത്തിയുടെ ഭർത്താക്കന്മാരുടെയും പേരോ വയസ്സ് എന്തിനാ പറയുന്നത്? 31, ഇച്ചി 25, അനക്ക് 29, 25. ഓന് കറക്റ്റാ. ഓളെ 1995 കൂട്ടിക്കോളി. ചെറിയ പത്തില്ല 95-ലല്ലേ? ഞാൻ 96. വയസ്സ് പറയും ഒരു കൂട്ടി 26. ഇച്ച് 35 കൂട്ടിക്കോ. കറക്റ്റ് പറയും. 32 കൈ കാണും. ഞാന് ഒരു 7ാം ക്ലാസ് മുതൽ +2 വരെ ഇമ്മ മീറ്റിങ്ങിന് വരുമ്പോഴും ഏത് വെജാതായി പ്രഷർ കയറി കൊണ്ടുപോയ ഡോക്ടറിനോട് 47 വയസ്സാ. സിഗ്നാക്ക് ഓർമ്മണ്ടേ? ഷബീഖിന് ഓർമ്മണ്ടോ? എത്ര പ്രഷർ കൂടി നാക്കടിച്ചു കൊണ്ടുപോയാലും അവിടെ വയസ്സ് 47. ഇപ്പച്ചി 49. ചെറിയ പെങ്ങൾ 16 വയസ്സിൽ കെട്ടിക്കണേ. പുടിച്ചോണ്ട് കൊണ്ടോ മുണ്ടണ്ട. അതാരെ കെട്ടി ഇപ്പൊ പറഞ്ഞോ? 16 വയസ്സിൽ കെട്ടിയ ആളാരാ? എല്ലാത്തൊരു സ്കൂളിൽ പോകുന്നുണ്ടോ? പോകുന്നു. പള്ളവേദന, പനി, തലവേദന ഒക്കെ ആയിട്ടാ നീച്ച. വെറുതെ ഉണ്ടാക്കി. നിങ്ങൾ എന്നാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? തുടങ്ങാൻ ആരാണ് പ്രേരിപ്പിച്ചത്?
വെറുതെ ഇനി ഓളെ പേര് പറയണം, ഓളെ പേര് പറയണം. ഇമ്മ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങി. വേഗം തൂക്കി വരുന്ന സിപ്നാനോട് ഞാൻ ചോദിച്ചു, ആ യൂട്യൂബ് ചാനൽ തുടങ്ങണപ്പോ ഒന്ന് ഞാനും ഉണ്ട് കാരണം കുട്ടികളെ വെച്ച് തുടങ്ങി. അങ്ങനെ തുടങ്ങി. അടുത്ത ചോദ്യമായി ഇതിനു മുമ്പ് വീഡിയോ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്, മിസ്സാക്കാറില്ല. ഞാൻ തുടങ്ങിയത് SLC മാർക്കാണ് ചോദിച്ചിരുന്നത്. സിപ്നാക്ക് എത്ര? അറിയില്ല, എനിക്കറിയില്ല. ഒന്നുമില്ല, പ്രേമിച്ചെടുക്കുന്ന ടൈമല്ലേ 4A+ വരെ. എന്ത്? A+. എനിക്ക് 2A+. ഒരു A+. പറയാങ്ങോട്ട് ഓരോടെ ഇല്ല. ഉണ്ട് ട്ടോ. നമ്മള് പഠിച്ച എന്തൊക്കെ ഭയങ്കര 4A+ വരെ. അത് ഈ മറ്റേ സിലബസ് ആണ്. മലയാളത്തില് എല്ലാരും എങ്ങനെ ജയിപ്പിക്കുന്ന തലകുത്തി syllabus ഞങ്ങള് ആണ്. പോയ ടൈമിലാണ് പുസ്തകം മാറ്റിയിരിക്കുന്നത്. ഞങ്ങൾ SLC എഴുതിയപ്പോ മലയാളത്തിന് C+. ഞങ്ങളതൊക്കെ സിലബസ് വേറെയാണ്. നമ്മള് പഠിച്ചൊന്നും എവിടെ കിട്ടൂല. അന്ന് ഭയങ്കര റിസ്ക് ആയിനി. ഇവർത്തൊക്കെ എന്താണ് ഞങ്ങൾ കൈക്കോട്ട് ഇതാക്കാൻ പോയതല്ലേ ഇനി. കൊറോണ സമയത്തൊക്കെയാണ് പറയും മടിയാണ്. ചെറിയപ്പോ ഒരു ടൈമിലാണ് ബുക്ക് മൊത്തത്തിൽ മാറ്റണത്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും പാടല്ലേ ഇനി എല്ലാവരും. അളിയാക്ക ചെറിയപ്പോ എന്താണ് വീഡിയോക്ക് സ്വഭാവം കൊണ്ട് പിന്നെ ഞങ്ങള് ഇവലെ സ്വഭാവം പറഞ്ഞാൽ ആരും നിക്കൂല ഒപ്പം. അതന്നെ സത്യം. ഞാൻ ജംഷവും സ്വഭാവം മനസ്സിലാക്കി ഞങ്ങൾ മാറി. പരിപാടിയാണ്. ഷംനെ ഷിഫ്നയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1900 വാട്ടർലൂ 96, 2000 അല്ലെ 2000 അറിയുന്നപ്പ അറിയുന്നത്. എന്താണത്? ഷഫീഖ് ഇനി ഗൾഫിൽ പോകുന്നില്ല. അവൻ നാട്ടിൽ എന്തെങ്കിലും പരിപാടി നോക്കുന്നുണ്ടോ? ചെറിയാപ്പൂനെ മൈദിയിൽ നിന്ന് ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ട്. നിങ്ങൾ ആദ്യം ഇപ്രാവശ്യത്തെ ഓണത്തിന് 2 ഫാമിലിയും കൂടി ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് പഠിക്കുന്നത് പ്രൈവറ്റ് സ്കൂളാണോ അതോ ഗവൺമെന്റ് സ്കൂളാണോ? അതോടെ പ്രൈവറ്റിലല്ലേ? ചെറിയാപ്പുവാ കുട്ടി എന്ത് സ്കൂളിൽ വന്ന് ടീച്ചർ വെളിമ്പ്യാമ്പാട സ്കൂളില്. എന്ത് സ്കൂളാണ് അത്? ഗവൺമെന്റോ പ്രൈവറ്റ്? ഗവൺമെന്റ്. ഗവൺമെന്റ് അറിയപ്പോത് കുട്ടി പഠിച്ചാ പോരെ, പഠിപ്പിച്ച ആളുകളല്ലേ എന്തായാലും. എന്നിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? സ്കൂൾ ഏതാ? ഷഫീഖ് ഇനി ഗൾഫിൽ പോകുന്നുണ്ടോ? അവൻ നാട്ടിൽ എന്തെങ്കിലും പരിപാടി നോക്കുന്നുണ്ടോ? പെണ്ണരിയാമെന്നാണ് ലീവ്. ഇപ്പൊ ഇമ്മാക്കൊരു തോണായിട്ട് പെണ്ണരിയുണ്ട്. ഓനക്ക് തോണ വേണ്ട, അമ്മാക്കൊരു തോണ. അപ്പൊ എന്താ പറയാ, തെരീനുണ്ട്. പക്ഷെ എന്ത് ഇവിടെ ഒന്നാമത് കിട്ടാല്ല, കുട്ടികളെ കിട്ടാല്ല. ഞങ്ങളെ നാട്ടില് ഭയങ്കര ഇതാണ്. ആരോട് ചോദിച്ചാലും പഠിച്ചു. എന്നാ റോഡ് കൂടെ ഇറങ്ങിയ ഇഷ്ടം പോലെ കുട്ടികളാണ്. അതോ അല്ല, പഠിച്ചാണെന്ന് പറഞ്ഞ ആൾക്കാർ കുറച്ചു പോലെ കല്യാണം കത്തിച്ചു. അതാണ് പ്രശ്നം. ഇത് ഇപ്പത്തെ കുട്ടികളും അതേ കല്യാണം വേണ്ട. അന്ന് ആ കുട്ടികളൊക്കെ ചെക്കന്മാർക്കും വൈക്കുമ്പോ പറഞ്ഞാണ് മെയിനുണ്ട്. ഓർക്കെന്നാ കല്യാണം താല്പര്യമല്ല. അതാണ് ഇപ്പൊ അവസ്ഥ. പിന്നെ നമ്മള് ചോദിക്കുന്നത് ഫുള്ള് സുന്നി മുജാഹിദ് അല്ലേ? ഇപ്പൊ നല്ലോണം കളിക്കുന്നുണ്ട് സുന്നി മുജാഹിദ്. ഇതിപ്പോ ഈ കച്ചവടക്കായിട്ട് പറയല്ലോ കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ട് 2 ഞാൻ കാണാൻ പോയി. ഞാൻ ഇല്ലേ പറയാ, പിന്നെ സുന്നിയില് പഠിച്ച ആളാണ്. ഞാൻ സുന്നി പഠിച്ച ആളാണ്. ഇമ്മ അറിയാൻ സുന്നിയാണ്. മയല് മുജാഹിദാണ്. ആദ്യം സുന്നിയേനി. ഇവിടെ എല്ലാരും ഇമ്മാനെ ആങ്ങളാല് കുട്ടിയാള് ഏട്ടത്തിയാള് കുട്ടിയാള് ഒക്കെ പൊട്ടു സുന്നിയാളാ. ഞമ്മളിപ്പോ മിസ്സിയുടെ ആദ്യം കുറ്റം പറയല്ലോ കേട്ടോ. ഞമ്മക്കിപ്പോ മുജാഹിദ് ഇങ്ങനെയാണ്, മദ്രസ പഠിച്ചത് സുന്നിയില. ഞമ്മക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല. പിന്നെ ഇവിടെ വന്ന് പിന്നെ ഇവിടെ മുജാഹിദ്. ഇനിയിപ്പോ ഇമ്മാന്റെ ഉമ്മ മരിച്ച ഷഫീഖ് പോയിക്കണ നമ്മള് പോവാ ആണ്ടിന് നമ്മള് പോക്കണ്ട്. ചോറ് കിട്ടുകയാണെങ്കിലും നമ്മള് നമ്മക്ക് അങ്ങനെ പ്രശ്നമില്ല. പഠിപ്പിച്ചത് ഞാൻ കട്ട എന്ത് സാധനം അപ്പൊ വന്നിട്ട് ഇപ്പൊ 2 കാണാൻ പോയി. ഇപ്പൊ 2 കണ്ടിട്ട് ഇതാ പറഞ്ഞത്, ഓ മുജാഹിദാടാ, മുജാഹിദാണ്, അത് നടക്കും. എന്ത് ഈ മുജാഹിദ്? നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാല് സുന്നിനെ എപ്പോഴും എടുക്കുക, മുജാഹിദ് എപ്പോഴും ആരും ചോദിച്ചില്ല, മയ്യത്ത് എപ്പോഴും എടുക്കാന്നല്ലേ ചോദിച്ചത്. പക്ഷെ ഓലെന്തെങ്ങനെ പറയണെന്ന് അറിയാം. എന്തേലും ഒക്കെ കാരണം ഉണ്ടാവും. ചിലവർക്ക് വാപ്പാന്റെ അസുഖം പറ്റൂല, അങ്ങനെയും ചിലവരുണ്ട്. ഇപ്പൊ ചോദിക്കുമ്പോ അതുകൊണ്ട് മുടങ്ങിയുണ്ട്. ഇങ്ങനെ വാപ്പാക്ക് ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോ അമ്മക്കൊരു വാപ്പ അമ്മക്കൊരു ബാധ്യതയായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല, തോന്നൂല്ല. പക്ഷെ വീഡിയോ കാണുന്നോലെ തന്നെ ആയിക്കാര്യം ചിലവർക്ക് പറ്റലുണ്ടാവില്ല. ഇങ്ങനെ വാപ്പ കിടക്കല്ലേ, ഇപ്പൊ ഓളിപ്പോ വാപ്പാനെ ഏറ്റി നടക്കേണ്ടി വരും. അങ്ങനെ ഏറ്റി നടക്കേണ്ട ഒരു അവസ്ഥയിലൊന്നല്ല വാപ്പ. പക്ഷെ ചിലവര് അങ്ങനെയോട് വിചാരിച്ചും അങ്ങനെയോട് പറയും. അങ്ങനെയൊക്കെ ഈ ഒരു അസുഖം എങ്ങനെ ഇത് അത് ആലോചിച്ചാൽ നമ്മളെ മൈൻഡ് പിന്നെ നമുക്ക് പോകും.
അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നമ്മള് ഇങ്ങളേത്ത് ഓന് പിന്നെ കുറെ ആൾക്കാര് എക്സ്പെക്ടേഷൻ ഉണ്ടോന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറെ പൈസ എല്ലാം കൊടുത്തിട്ട് വേണം നമ്മൾ ഇപ്പോഴും ഇപ്പൊ തരീന അങ്ങനത്തെ കുട്ടികളെ വെച്ചാല് നമ്മള് എത്തിങ്ങാനിക്ക് വരെ നമ്മള് വിളിച്ചു ചോദിച്ചിരിക്കണേ. എനിക്ക് അങ്ങനെ താല്പര്യമാണ് എത്തിങ്ങാനിയത്ത് കുട്ടികളുണ്ടെങ്കിൽ. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അവിടെ എത്തിങ്ങാനിയത്ത് കുട്ടികളോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ ഉണ്ടെങ്കിൽ നമ്പർ തന്നാ മതി. ഉണ്ടെങ്കിൽ നമ്മള് ഇതാക്കും, നമ്മള് സ്വീകരിച്ചു. നമുക്ക് അങ്ങനെ നമുക്ക് പാവപ്പെട്ട നമുക്ക് നമ്മള് പാവപ്പെട്ടോലാണ്. നമ്മളെ രീതിയിൽ നിൽക്കാൻ പറ്റുന്ന കുട്ടിയായാൽ മതി. അത്ര കുടുംബാനെയും പാപ്പാനെയും നോക്കുക, നല്ല രീതിയിൽ കുടുംബത്തിൽ നിൽക്കുക, അങ്ങനത്തെ ഒരു കുട്ടി. അത്ര കൊള്ളു. നമുക്ക് പൈസ വേണം അത് വേണമെന്നൊന്നുമില്ല. കാരണം അത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. കാരണം നമ്മള് ഒന്നും ഇല്ലാത്തോടത്തുനിന്ന് വന്നിട്ട് ആയതുകൊണ്ട് അക്കാര്യം നമുക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഇപ്പൊ നമ്മള് നോക്കാതിന്റെ കേട് എല്ലാരും പറയും നിങ്ങളെ ചെക്കന്റെ കല്യാണം ഇതാക്കി കൊടുക്കുക. നമ്മള് നോക്കാതിന്റെ ഒന്നല്ല കേട്ടോ. ഷിഫ്നന്റെ ഫീതോ ക്ലാസ്സിൽ ഏതാണ് പഠിക്കണത്, ചെറുതിന് എത്ര മന്തായിന്ന്. വലിയോന് 6ാം ക്ലാസ്സില്, ചെറുത് 2ല്. ഇവന് 8 കഴിഞ്ഞു, 9 തുടങ്ങി. പിന്നെ ഫാമിലി കോമൺ ഡ്രീം കാര്യമായിട്ടൊന്നുമില്ല. എല്ലാരും ഒന്ന് കഴിച്ചിലാക്കണം എന്നും നമ്മള് ചെക്കന് ഒരു പെണ്ണ് എല്ലാ വേണം. പ്രശ്നങ്ങളും എന്തായാലും സമാധാനമായിട്ടൊന്നും ഇരിക്കണം. പക്ഷെ അത് മരിക്കോളം കഴിയില്ല. ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണേ പ്ലീസ്. ഞാൻ ഒരു വീൽ ചെയർ പേഴ്സൺ ആണ്. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. എന്റെ ഫേവറേറ്റ് ചാനലാണ്. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഉപ്പാടെ അസുഖം പെട്ടെന്ന് പഠിച്ചോന് പരിപൂർണ ശിഫ നൽകട്ടെ. ലവ് യു, ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഓൾ ഫാമിലി. താങ്ക് യു. പേര് വെച്ച് കോൾ മീ മോളൂസ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ വന്നത്, നിങ്ങൾ ഇങ്ങനെ ഒന്നും വീട്ടിൽ നിന്ന് വരുമ്പോ അമ്മായിമ്മ ഒന്നും പറയാറില്ലേ? ഇങ്ങനെ 2 ഉമ്മമാരെ കിട്ടിയത്, പിന്നെ നല്ല സപ്പോർട്ടുള്ള നല്ല ഹസ്ബൻഡിനെ കിട്ടിയതും നിങ്ങളെ ഭാഗ്യാണ് കേട്ടോ. മാഷാ അള്ളാ. ഞങ്ങളൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോവാൻ 1 മന്ത് കഴിയണം. അതെന്നെ ചോദിക്കാൻ പേടിയാണ്. എന്നിട്ട് 1 വീക്ക് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനാണ് തിരിച്ചു പോണത് ആലോചിക്കുമ്പോ. പിന്നെ പോവാത്തക്കാൻ പറ്റൂലല്ലോ. നമ്മളൊക്കെ നിങ്ങളെ മാതിരിയാണ്. 1 മാസം കെട്ടിച്ചോർത്ത് നിന്ന് കഴിഞ്ഞാല് 1 മാസം എണ്ണി കുട്ടിക്ക് ഇങ്ങോട്ട് വരാന്. അതൊരാഴ്ച കച്ചറ കൂടിയാൽ 8 ദിവസം, ഇന്നത്തെ കച്ചറ കൂടിയ 15, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇതിപ്പോ നമ്മളിങ്ങനെ പൊരുത്തപ്പെട്ട് വന്നു. ചെറിയ അപ്പൊ ഇപ്പൊ വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് വേണ്ട, അപ്പൊ പോയിക്കോ. എന്താണ് പച്ചോനെ. ചെറിയ അപ്പൊ ആട്ടി വിടും. പെരി പോയി വീഡിയോ എടുക്കും. അവിടെ സുഖാണ്. ഉമ്മമാർക്കും അറിയാം. ഇപ്പൊ നമ്മൾ ഫാമിലി എന്ന് പറയുന്ന എത്ര ആളാ അടങ്ങിയതാണ് ഇവിടുത്തെ ആൾക്കാര്. അപ്പൊ അതിന് വേണ്ടി പോലും അതിന് പൊരുത്തപ്പെട്ട് വന്ന് തുടങ്ങി. ആദ്യമൊക്കെ എല്ലാ പേരിലും കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായി പോലും. ഇപ്പൊ ഞമ്മക്ക് ഇതിന്ന് കിട്ടുന്ന എന്തായാലും നമ്മൾ ഓൽക്കും വേണ്ടി ചെലവാക്കും. നല്ല രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പത്തെ പരിപാടി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മള് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ. ചെറിയപ്പോ മൈജീന്നൊക്കെ എന്താ ഇറങ്ങി വെച്ചിട്ടുണ്ടല്ലോ. വൈദ്യൊന്നുമില്ല. പേരുടെ അടുത്തല്ലേ, നമ്മുടെ അടുത്തന്നെ പണിയുണ്ട്. അപ്പൊ വൈദ്യം ഇറങ്ങി അവിടെ കയറി, അത്രേ ഉള്ളൂ. അതും സാധാ ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് കേട്ടോ. വാപ്പാക്ക് തെറ്റിപ്പോയതാ. ഉമ്മാനെ ഉപ്പാനെ വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ ഒന്ന് നടത്തുമോ? ഉമ്മാക്കും ഉപ്പാക്കും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മാക്കും ഉമ്മയും ഇപ്പോഴും ഉണ്ടോന്ന്? ഇല്ലട്ടോ. ഇമ്മാന്റെ അപ്പ ഇപ്പയില്ല. അതേ മരിച്ചിരുന്നു, ഞങ്ങള് കണ്ടിട്ടില്ല. പിന്നെ ഇപ്പാക്കും ഇല്ലപ്പ. ഈ അടുത്ത ക്വസ്റ്റ്യൻ അറിയുന്നത് ഇതൊക്കെ ഒരാൾ തന്നെ കയറും. ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് എന്തൊക്കെയാ? കൂടുതൽ ആക്റ്റീവ് ആവാൻ പറ്റി. ആൾക്കാരുടെ ഇടയിൽ ഒന്ന് എന്താ പറയാ, ഞാനൊന്നും മുണ്ടാതെ, ഞാൻ കൂടുതൽ വർത്താനം പറയില്ല. ഒരാൾക്കാരെ കണ്ടെങ്കിൽ വല്ല ചിറ്റർ തലവേദന താത്തണ ആളായിരുന്നു. ഇപ്പൊ മുണ്ടാപ്പൂച്ചാണ്. എന്തൊക്കെ കൊറേ കാര്യങ്ങൾ നേടാൻ പറ്റി. എന്തൊക്കെയൊക്കെ ഉണ്ട്. ജീവിതത്തിൽ മുന്നേറാൻ പറ്റി. കൊറേ കാര്യങ്ങൾ ജീവിതം പഠിച്ചു. പിന്നെ ഇതും കൊണ്ട് കൊറേ നേട്ടങ്ങൾ ഉണ്ടായിക്കണ്. തുടങ്ങി ഞാൻ എന്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞമ്മക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് 2024 തെളിഞ്ഞു. കൊറേ ആഗ്രഹങ്ങൾ നടത്താൻ പറ്റി. എന്താ പറയാ, തന്നെ യൂട്യൂബ് തുറന്ന് ഓരോരുത്തരുടെ വ്ളോഗ് കണ്ടിരിക്കുന്ന പണി, ദിവസം പണി ചെയ്യുക, അങ്ങനെ കാണുന്ന ഉച്ചക്ക് കടക്കുമല്ലോ. ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളെ 2 മണി പണി കഴിഞ്ഞാൽ കടക്കും. നമ്മളും അതേമാതിരി കണ്ട ആൾക്കാരേനി. നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല. കൊറേ ആഗ്രഹങ്ങൾ നടന്നു. ഇപ്പൊ നിങ്ങളും കാണുന്ന നിങ്ങൾ തുടങ്ങിക്കോളി. എവിടെയെങ്കിലൊക്കെ എത്തും. കഷ്ടപ്പെട്ട എവിടെയെങ്കിലൊക്കെ എത്തും. പച്ചോനെ എന്താണ് അപ്പൊ ചെറിയപ്പൂന് എന്താ മാറ്റം? പള്ളൊക്കെ ഒന്ന് ചാടി, ടെൻഷനൊക്കെ കൊറേ കുറഞ്ഞു.
വേറെന്താ പണിക്ക് പോകാതെപ്പോ കൊറേ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റി. അതൊക്കെ തന്നെ. ഗൾഫിൽ ചെയ്യാൻ പറ്റാത്തതും കൂടി ഇവിടെ ചെയ്യാൻ പറ്റി. ഗൾഫിൽ ഇന്ന് ചെയ്യാൻ പറ്റാത്ത ചെറിയപ്പൂനൊക്കെ ആദ്യം ഞാൻ കൊറേ ടെൻഷനിൽ ഞാൻ കാണലുണ്ട്. പൈസ പ്രശ്നമൊക്കെ വരുമ്പോ മുണ്ടാട്ടല്ലാതെ ഇടങ്ങേറായി എന്താ പറയാ. മനുഷ്യന്മാർക്ക് ആദ്യം വേണ്ടി ലോകത്തില് സമാധാനം പൈസ തന്നെ വേണ്ടി. പൈസ ഉണ്ടെങ്കിലുള്ള എന്ത്. കാരണം നമ്മളൊക്കെ സാധാ ആൾക്കാരല്ലേ. അന്നൊക്കെ ഭയങ്കര തിരുപ്പൂരൊക്കെ നിക്കുന്ന ടൈമില് ഇവിടെ വന്നാ മൂപ്പരാക്ക് പോകൂല, ഇവിടെ തന്നെ നിക്കണം. അങ്ങോട്ട് പോണ ചടപ്പാണ്. അപ്പൊ പൈസ ഒക്കെ ഉണ്ടാവൂല, പിന്നെ ഇടങ്ങേറോണ്ട് അങ്ങനെ പോകും. അന്നിങ്ങനെ വിചാരിച്ചു ഇവിടെയൊക്കെ നിന്നിക്കണെങ്കിൽ പൈസ ഉണ്ടായി നിന്നിക്കണെങ്കിലൊക്കെ വിചാരിച്ചു. ഇപ്പൊ ആ ടെൻഷൻ വന്ന് ഞാൻ പറയും വീഡിയോ എങ്ങനെയൊക്കെ കഴിച്ചിലാക്കൂല, നിങ്ങൾ ഇടങ്ങേറാക്കോ ല്ലേ ല്ലേ കിട്ടോ. അപ്പൊ അതൊക്കെയാണ് ഞങ്ങക്ക് എന്താ പറയാ കുടുംബത്തിന് മൊത്തം സന്തോഷപ്പെടുത്താൻ കഴിഞ്ഞത് ഇല്ലേ. എവിടെ പോയാലും അറിയും, നാലാളെ അറിയും. അതിനെ വലിയ ഇതാണ്. പിന്നെ ആരും അറിയില്ല. ഇമ്മയായാലും നിങ്ങളാരെങ്കിലൊക്കെ ചെയ്യുമ്പോ നമ്മളൊന്ന് ചോദിച്ചു നമ്മോട് ആരും ചോദിച്ചു എല്ലാരും തന്നെ ഇതിന്റെ ബാക്കില് ഫുൾ ഹാർഡ് വർക്ക് ഞാനാണ്. അടുത്തത് വൈൻ്റെ ഭാഗമാണ് വെജ. അവന് ഒരു ക്യൂ തന്നെ ചോദിച്ചിന് നമ്മളെ കൂടെ പറ്റണ അത്ര നമ്മള് റിപ്പയും കാര്യമൊക്കെ നിങ്ങൾക്ക് തന്നിക്കണ്. അവന് ഇൻഷാള്ള വേറൊരു ക്യൂ തന്നെ 5-8 മാസമൊക്കെ കഴിഞ്ഞപ്പോ ചെക്കനെ കല്യാണൊക്കെ കഴിയാണെങ്കിലേ ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് ക്യൂ കേട്ടോ. അപ്പൊ നിങ്ങള് സഹകരിച്ച നിങ്ങളെ സെപ്പീക്കല്ലേ, നമ്മളെ സെപ്പീക്കുവാണ് നിങ്ങളെ സെപ്പീക്കുവാണ്. അപ്പൊ നിങ്ങളെ ആങ്ങളായിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് ഒക്കെ അയക്കൂട്ടോ. അപ്പം നിങ്ങളും പാടെ ഒന്ന് തരിക. നമ്മള് തരിയായിട്ട് കേടോ നോക്കാതിന്റെ കേടൊന്നല്ല. അപ്പം ക്യൂ തന്നെ നിർത്തുകയാണ്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിലാണ്. ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും. അസ്സലാമു അലൈക്കും.